മികച്ച ഒരു നടൻ എന്നതിലുപരി ചലച്ചിത്ര ലോകത്തെ ഒരു അത്ഭുതമാണ് മമ്മൂട്ടി. മലയാള സിനിമയുടെ അഭിമാനം. അഭിനയ മികവിലൂടെ, വൈവിധ്യമാർന്ന വേഷങ്ങളിലൂടെ അദ്ദേഹം നമ്മെ അതിശയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. സിനിമയോട് മാത്രമല്ല, തന്റെ ജീവിതത്തോടും ജീവിത രീതികളോടുമൊക്കെ പുലർത്തുന്ന സമീപനവും ഒരു മാതൃകയാണ്. മമ്മൂട്ടിക്ക് 4ാമതും ദേശീയ അവാർഡ് ലഭിച്ചിരിക്കുന്നു. ഭ്രമയുഗത്തിലൂടെ കടന്നു പോകുന്നത് ശരിക്കും മമ്മൂട്ടി യുഗമാണ്. 1980 മുതൽ നാളിതുവരെ 46 വർഷങ്ങൾ, 400-ൽ പരം സിനിമകൾ, ഏറ്റവും കൂടുതൽ സംസ്ഥാന അവാർഡുകൾ, ഏറ്റവും കൂടുതൽ ഫിലിം ഫെയർ അവാർഡുകൾ. മതിലുകൾ, വടക്കൻ വീരഗാഥ എന്നീ ചിത്രങ്ങളിലൂടെ 1989-ലും, വിധേയൻ, പൊന്തന്മാട എന്നീ സിനിമകളിലൂടെ 1993-ലും, അംബേദ്കറിലൂടെ 1998-ലുമാണ് ദേശീയ അവാർഡ് പുരസ്കാരം ലഭിച്ചത്. ഇപ്പോൾ ഇതാ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം എന്ന വ്യത്യസ്തമായ സിനിമയിലൂടെ കൊടുമൺ പോറ്റി എന്ന തികച്ചും വ്യത്യസ്തമായ വേഷം ഏറ്റവും മികവുറ്റ രീതിയിൽ അഭിനയിച്ചതിന് 4ാം തവണയും ദേശീയ അവാർഡ് ലഭിച്ചിരിക്കുന്നു. സിനിമയില്ലാതെ എനിക്ക് ജീവിതമില്ല. സിനിമയാണ് എൻ്റെ ജീവിതം. ശ്വാസം നിലയ്ക്കും വരെ അഭിനയം തുടരുമോ? ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. മമ്മൂട്ടിയുടെ അഭിനയം പ്രേക്ഷകർ കാണാൻ കിടക്കുന്നതേയുള്ളൂ.